ഹലോ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ എക്സംപ്റ്റഡ് ക്യാപിറ്റൽ ഗെയിൻസിൽ നമ്മൾ പുതിയ എക്സംഷൻ നമ്മൾ പറയുകയാണ്. 54G ആണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ 54 പറഞ്ഞു, 54B പറഞ്ഞു, 54D പറഞ്ഞു, ഓക്കെ, 54EC പറഞ്ഞു, EE പറഞ്ഞു, ദെൻ 54F പറഞ്ഞു. ഇനി അടുത്തതാണ് 54G എന്നുള്ള എക്സംഷൻ. ഓക്കെ, അപ്പോൾ 54G എന്നുള്ള എക്സംഷനിൽ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സംഷൻ ഓഫ് ക്യാപിറ്റൽ ഗെയിൻസ് ഓൺ ട്രാൻസ്ഫർ ഓഫ് അസറ്റ്സ് in case of shifting of industrial undertaking from urban area to non-urban area. അർബൻ ഏരിയയിൽ നിന്നും നോൺ അർബൻ ഏരിയയിലേക്ക് ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിംഗ് ട്രാൻസ്ഫർ ചെയ്യുമ്പോഴുണ്ടാകുന്ന ക്യാപിറ്റൽ ഗെയിൻ, അതിൻ്റെ എക്സംഷനാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിലേക്ക് കടക്കാം. ക്യാപിറ്റൽ ഗെയിൻസ് ഓൺ ഷിഫ്റ്റിംഗ് ഓഫ് ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിംഗ് ഫ്രം അർബൻ ഏരിയ ടു നോൺ അർബൻ ഏരിയ ഈസ് എക്സംപ്റ്റ് ഇഫ് ദ ഫോളോയിങ് കണ്ടീഷൻസ് ആർ സാറ്റിസ്ഫൈഡ്. താഴെ പറയുന്ന കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് 54Gയിൽ നമുക്ക് എക്സംഷൻ കിട്ടുന്നത്. ഓക്കെ, അതിലൊന്നാമത്തെ പോയിന്റ് പറയുന്നത് ദ അസസി ട്രാൻസ്ഫേഴ്സ് എ ലോങ് ടൈം ഓർ ഷോർട്ട് ടൈം ക്യാപിറ്റൽ അസറ്റ് ഇൻ ദ നേച്ചർ ഓഫ് പ്ലാന്റ്, മെഷീനറി, ബിൽഡിംഗ്, ലാൻഡ്. അപ്പോൾ നമ്മൾ ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, പ്ലാന്റ് ആൻഡ് മെഷീനറി, ഇത് ഇൻഡസ്ട്രിയലായിട്ട് ബന്ധപ്പെട്ടായിരിക്കണം കേട്ടോ. ഇറ്റ് മീൻസ് എക്സംഷൻ ഈസ് നോട്ട് അവൈൽഡ് ഓൺ ക്യാപിറ്റൽ ഗെയിൻസ് ഓൺ ട്രാൻസ്ഫർ ഓഫ് അതർ അസറ്റ്സ്. മറ്റ് അസറ്റ്സ് ട്രാൻസ്ഫർ ചെയ്താൽ കിട്ടില്ല. സപ്പോസ് ഫർണിച്ചർ, ഇപ്പോൾ ഫർണിച്ചർ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ക്യാപിറ്റൽ ഗെയിൻ അത് നമുക്ക് ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല, അതിന് എക്സംഷൻ കിട്ടില്ല. ഓക്കെ, ഇനി അതിൽ വേറൊരു കണ്ടീഷൻ പറയുന്നില്ല, സച്ച് അസറ്റ് ഷുഡ് ഹാവ് ബീൻ യൂസ്ഡ് ഫോർ ദ പർപ്പസ് ഓഫ് ബിസിനസ് ഓഫ് ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിംഗ് സിറ്റുവേറ്റഡ് ഇൻ ആൻ അർബൻ ഏരിയ. അത് ഇൻഡസ്ട്രിയൽ പർപ്പസ്, ഇൻഡസ്ട്രിയൽ ബിസിനസ്സുമായിട്ട് ബന്ധം, അതായത് ഫോർ ദ പർപ്പസ് ഓഫ് ബിസിനസ് ഓഫ് ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിംഗ്. അപ്പോൾ ഈ അസറ്റ് ബിസിനസ്സുമായിട്ട് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട ആവശ്യങ്ങൾക്ക് അത് ഉപയോഗിച്ചിരിക്കണം എന്നുള്ളതാണ്. ദ അസറ്റ് ഷുഡ് ഹാവ് ബീൻ ട്രാൻസ്ഫേർഡ് ഇൻ കണക്ഷൻ വിത്ത് ദ ഷിഫ്റ്റിംഗ് ഓഫ് ദ അണ്ടർടേക്കിംഗ് ടു എ നോൺ അർബൻ ഏരിയ. അത് നോൺ അർബൻ ഏരിയയിലേക്ക് വേണം അത് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട്. ഓക്കെ, പിന്നെ വരുന്ന അതിൻ്റെ ഒരു കണ്ടീഷൻ, ഇതിൻ്റെ കണ്ടീഷൻസാണ് ദ അസറ്റ്സ് ട്രാൻസ്ഫേഴ്സ്. അത് പറയുന്നുണ്ട് അസസി ട്രാൻസ്ഫേഴ്സ് ലോങ് ടൈം ഓർ ഷോർട്ട് ടൈം ക്യാപിറ്റൽ അസറ്റ് ഇൻ ദ നേച്ചർ ഓഫ് പ്ലാന്റ് ആൻഡ് മെഷീനറി, building or land. It means exemption is not availed on a capital gain on transfer of other assets. Okay, then furniture. അപ്പോൾ ഫർണിച്ചർ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റില്ല. സച്ച് അസറ്റ്സ് ഷുഡ് ഹാവ് ബീൻ യൂസ്ഡ് ഫോർ ദ പർപ്പസസ് ഓഫ് ദ ബിസിനസ് ഓഫ് ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിംഗ് സിറ്റുവേറ്റഡ് ഇൻ ആൻ അർബൻ ഏരിയ. അർബൻ ഏരിയയിൽ സിറ്റുവേറ്റ് ചെയ്യണം. സച്ച് അസറ്റ് ഷുഡ് ഹാവ് ബീൻ യൂസ്ഡ് ഫോർ ദ പർപ്പസ് ഓഫ് ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിംഗ്. ദെൻ ദ അസറ്റ് ഷുഡ് ഹാവ് ബീൻ transferred in connection with the shifting of the undertaking to a non-urban area, non-urban area. The amount of capital gains should be utilized by the assessee within a period of 1 year before or 3 years after the date of transfer for following purposes. അപ്പോൾ താഴെ പറയുന്ന പർപ്പസുകൾക്ക് വേണ്ടിയിട്ട് അത് ഉപയോഗിക്കണം. Purchasing new machinery or plant or acquiring land or building or constructing building for the purpose of his business in the area to which undertaking is shifted. അപ്പോൾ നമുക്ക് ഈ ട്രാൻസ്ഫർ ചെയ്യുമ്പോഴുണ്ടാകുന്ന ക്യാപിറ്റൽ ഗെയിൻ, വെദർ ഇറ്റ് ഈസ് ലോങ് ടൈം ഓർ ഷോർട്ട് ടൈം, അത് പുതിയ മെഷീനറി വാങ്ങാൻ ഉപയോഗിക്കണം, പ്ലാന്റ് വാങ്ങാൻ ഉപയോഗിക്കണം, ലാൻഡ് വാങ്ങാൻ ഉപയോഗിക്കണം, അല്ലെങ്കിൽ കൺസ്ട്രക്ട് ചെയ്യണം. അങ്ങനെ ഈ പർപ്പസിന് വേണ്ടിയിട്ടുള്ള പർച്ചേസ് ആയിരിക്കണം. അതായത് അർബൻ ഏരിയയിൽ നിന്ന് നോൺ അർബൻ ഏരിയയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നോൺ അർബൻ ഏരിയയിൽ ബിസിനസ് ചെയ്യാൻ പാകത്തിനുള്ള മെഷീനറി, അത്തരം മെഷീനറിയോ ലാൻഡോ ബിൽഡിങ്ങോ ഒക്കെ ആയിരിക്കണം ഇവിടെ ചെയ്യേണ്ടത്. ഓക്കെ, ഷിഫ്റ്റിംഗ് ദ ഒറിജിനൽ അസറ്റ് ആൻഡ് ട്രാൻസ്ഫേഴ്സ് ഓഫ് ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ദ അണ്ടർടേക്കിംഗ് to such area and incurring expenses on such other expenses as may be specified in the scheme framed by the central government. ഓക്കെ, അപ്പോൾ അതിൻ്റെ എക്സ്പെൻസും കൂടി നമുക്ക് സെൻട്രൽ ഗവൺമെൻറ് സ്പെസിഫൈ ചെയ്യുന്ന രീതിയിലുള്ള ഫ്രെയിം ചെയ്തിട്ടുള്ള പ്രകാരമുള്ള എക്സ്പെൻസസ് ആണെങ്കിൽ അത് നമുക്ക് ഇതിനോട് ഉൾപ്പെടുത്താം. ഓക്കെ, the newly acquired machinery or plant or land or building must be held by the SCC for 3 years from the date of their acquisition. അപ്പോൾ ഈ അക്വിസിഷൻ നടത്തുന്ന സമയത്ത് ഈ പുതിയതായിട്ട് വാങ്ങിയ മെഷീനറിയോ ലാൻഡോ പ്ലാന്റോ 3 വർഷത്തിനുള്ളിൽ അത് വിൽക്കാൻ പാടില്ല എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ 54ൽ പറഞ്ഞിരിക്കുന്ന 54 എന്നല്ല 54Gയിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, എക്സംഷൻ ഓഫ് ക്യാപിറ്റൽ ഗെയിൻ ഓൺ ട്രാൻസ്ഫർ ഓഫ് അസറ്റ്സ് ഇൻ കേസ് ഓഫ് ഷിഫ്റ്റിംഗ് ഓഫ് ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിംഗ് ഫ്രം അർബൻ ഏരിയ ടു നോൺ അർബൻ ഏരിയ. ഇതാണ് നമ്മുടെ 54Gയിൽ നമുക്ക് ക്യാപിറ്റൽ ഗെയിൻസ് ഓൺ ഷിഫ്റ്റിംഗ് ഓഫ് ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിംഗ് ഫ്രം അർബൻ ഏരിയ ടു നോൺ അർബൻ ഏരിയ ഈസ് എക്സംപ്റ്റ് ഇഫ് ദ ഫോളോയിങ് കണ്ടീഷൻ. അപ്പോൾ ആ കണ്ടീഷൻസാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ അത് കൃത്യമായിട്ട് കേൾക്കുക, എന്നിട്ട് പഠിക്കുക കേട്ടോ. അപ്പോൾ അർബൻ ഏരിയയിലെ ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിംഗ് നോൺ അർബൻ ഏരിയയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന
ക്യാപിറ്റൽ ഗെയിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അത് പ്ലാന്റ് ആൻഡ് മെഷീനറി, ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, ഇൻഡസ്ട്രിയൽ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്ന ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, പ്ലാന്റ് ആൻഡ് മെഷീനറി, അതാണ് നമുക്ക് ഈ പറഞ്ഞ പോലെ നോൺ അർബൻ ഏരിയയിൽ നമ്മൾ ഷിഫ്റ്റ് ചെയ്യാനായിട്ട്. അപ്പോഴാണ് നമുക്ക് അതിൻ്റെ എക്സംഷൻ കിട്ടുക. ഓക്കെ, താങ്ക് യു.